പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാമ്മ വിക്രമിനെയും കൊണ്ട് രാധയുടെ വീട്ടിൽ വരുന്നുണ്ട്. രാധയുടെ അച്ഛൻ അവരെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. എന്നാൽ അമ്മ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാൽ കമലാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ രാധ ഇത്രയും നാൾ വിക്രമിനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ പിറകെ നടക്കുമല്ലായിരുന്നു. എന്തായാലും വിക്രമിനെയും വേണ്ടി രാധയെ ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇത് കേൾക്കുന്ന വിക്രം ഞെട്ടുന്നുണ്ട്. വിക്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മ അവനോട് പറയാതെയാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ രാധയുടെ അമ്മ ദേഷ്യപ്പെടുകയാണ്. കമലാമ്മയുടെ അടുത്ത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇക്കാര്യവും കൊണ്ട് എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നത്? ഇത്രയും വലിയൊരു റൗഡിക്ക് എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നോ? ഒരിക്കലും നടക്കില്ല. എൻ്റെ ജീവനുള്ളോടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കത്തില്ല. നിങ്ങളുടെ മകനെ ഇത് തന്നെയാണോ പണി? നിങ്ങളുടെ മകൻ വേറൊരുത്തിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നിരുന്നല്ലോ, എന്നിട്ട് അവളെ ഇപ്പോൾ അടിച്ച് പുറത്താക്കിയല്ലേ? ഇനി എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്താലേ ഈ നാട്ടുകാരെല്ലാം എന്താ പറയുക, എൻ്റെ മകളെ രണ്ടാം കെട്ട് കെട്ടിയെന്ന്. അങ്ങനെ ഒരു പേര് എൻ്റെ മോൾക്ക് വേണ്ട. ഇത് കേട്ട് കമലാമ്മ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ വിക്രത്തിന് നിനക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ മുൻപ്. ഇപ്പം നീ എന്തായി അവനെപ്പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമായിരുന്നു, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് പണ്ട്, അന്ന് അവനെ പഠിച്ച് ഒരു എൻജിനീയർ ആവാനുള്ള ഉദ്ദേശത്തിലായിരുന്നു. അന്നത്തെ സമയത്ത് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തെല്ലാം പലഹാരങ്ങൾ അവനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ അവന് 100 വട്ടം ഞാൻ എൻ്റെ മകളെ കൊടുത്തേനെ. പക്ഷേ ഇപ്പോഴതല്ല. അവൻ വലിയ റൗഡിയാണ്, എല്ലാവരും അറിയപ്പെടുന്ന ഒരു റൗഡി. ഇത്രയും വലിയ റൗഡിക്ക് എൻ്റെ മോളെ കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ബഹുമാനമാണ്. പക്ഷേ ഇനി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മേലാൽ ഈ വീട്ടിലേക്ക് കയറി വരരുത് എന്ന് തന്നെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വിക്രം ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പിറകെ നമ്മുടെ കമലാമ്മയും പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വിക്രം ബൈക്ക് നിർത്തിയിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് കമലാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, പിന്നെ ചിരിക്കുകയല്ലാതെ ഞാൻ എന്താ അമ്മ ചെയ്യുക? എടാ, അവരുടെ മുന്നിൽ ഞാൻ മാനം കെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് നിനക്ക് ചിരിപ്പാണോ വരുന്നത്? അത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, അമ്മ ചോദിച്ച് മേടിച്ചതല്ലേ അവരുടെ വീട്ടിൽ പോയിട്ട്. എന്തെല്ലാം ബിൽഡപ്പ് കൊടുത്തിട്ടാ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എങ്ങോട്ടോ പോകുന്നത് പോലെ എന്നെ വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് ഇവരുടെ വീട്ടിലേക്കാണോ പോയിരുന്നത്? അമ്മ ആദ്യം തന്നെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ വേണ്ട, അവിടെ പോയ ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ എന്ന് ഞാൻ പറയില്ലായിരുന്നോ? അവരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അവിടുന്ന് തന്നെ ചിരി വന്നതാ. പക്ഷേ അമ്മയ്ക്ക് മാനക്കടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വണ്ടി നിർത്തി ഇവിടുന്ന് ചിരിക്കുന്നത്. അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ, അവർ ചോദിച്ച ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്ന് തെറ്റുണ്ടോ? അവർ ചോദിക്കുന്നതൊക്കെ സത്യമായ കാര്യങ്ങളല്ലേ അമ്മേ? ഇത്രയും ഒരു റൗഡിയായ ഒരു പയ്യന് അവരുടെ മകളെ ആരെങ്കിലും കെട്ടിച്ചു കൊടുക്കുമോ? അപ്പോൾ അമ്മ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അവരുടെ സ്ഥാനത്ത് അമ്മയാണെങ്കിൽ അമ്മയുടെ മകളെ ഒരു റൗഡിക്ക് കെട്ടിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അവനൊരു നല്ല പയ്യനാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. വിക്രം പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും, പക്ഷേ പ്രാക്ടിക്കലായി അങ്ങനെ ചിന്തിക്കാനേ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇതിവിടെ വെച്ച് നിർത്തിയേക്ക്. ഇനി ഇമാതിരി വേലയ്ക്കൊന്നും ഇനി മുതിരണ്ട. എനിക്ക് പെണ്ണും വേണ്ട, പെടക്കോടിയും വേണ്ട, കുട്ടികളോ ഒന്നും വേണ്ട. എനിക്കതൊന്നും സെറ്റാവത്തില്ല അമ്മേ എന്ന് പറയുന്നുണ്ട് വിക്രം. ഇത് കേട്ടിട്ട് കമലാമ്മ പറയുന്നുണ്ട്, നീയൊന്ന് പോടാ. നിൻ്റെ കല്യാണവും കഴിഞ്ഞ് നിൻ്റെ കുട്ടികളെയും കണ്ടിട്ട് മാത്രമേ ഞാൻ മരിക്കത്തുള്ളൂ. എൻ്റെ മരണത്തിന് മുന്നേ എനിക്കതെല്ലാം കണ്ട് സന്തോഷിക്കണം. എന്തായാലും ഞാനത് നടത്തിയിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, ശരി ശരി, അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിക്കട്ടെ. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മ വണ്ടിയിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ രാധ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്ന അമ്മയോട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തെങ്കിലും ചെയ്തത്? ഞാൻ കേട്ടതെല്ലാം സത്യമാണോ? ആ കമലാമ്മ വന്നിട്ട് വിക്രമം കൂടെ ഇങ്ങോട്ട് എന്നെ കല്യാണം ആലോചിച്ച് വന്നിട്ട് അവരെ ആട്ടി വിട്ടോ അമ്മ? സത്യമാണോ അമ്മേ? അമ്മ പറ. ഞാൻ ഇത്രയും കാലം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ല അമ്മേ കാത്തിരുന്നത്. എന്നിട്ട് അമ്മ അത് നശിപ്പിച്ച് കളഞ്ഞല്ലോ. അമ്മയ്ക്ക് എന്നോട് സ്നേഹമല്ലേ? ഈ സ്നേഹിക്കുന്നതെല്ലാം അഭിനയമാണോ അമ്മേ? ഞാൻ എത്ര നാളായി അമ്മേ അവൻ്റെ പിറകെ നടക്കുന്നു. ഇപ്പോൾ ഇങ്ങനൊരു അവസരം വന്നിട്ട് അമ്മ എന്തിനാ അമ്മ ഇത് നശിപ്പിച്ച് കളഞ്ഞത്? എനിക്ക് അവനോടൊപ്പം സുഖമായി ജീവിക്കാമായിരുന്നല്ലോ. പ്ലീസ് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വരാതെ ഇങ്ങനെ കരയുന്നുണ്ട്. അമ്മ ഒന്ന് ആലോചിച്ചോ, എനിക്കൊരു 7 ജന്മങ്ങളുണ്ടെങ്കിലും ഈ വിക്രമായിരിക്കും എൻ്റെ ഭർത്താവ്. ഞാൻ വേറൊരു പുരുഷനെയും കല്യാണം കഴിക്കത്തില്ല. അത് അമ്മ ആലോചിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് രാധ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്.
എന്നാൽ രാധയുടെ അച്ഛൻ ഇതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട്, ശരിയാ മോളെ, അദ്ദേഹം കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്. ശരിയാ മോളെ നീ പറയുന്നത്. ഇവളുണ്ടല്ലോ, അവരെ അപമാനിച്ചു വിട്ടു. എന്തായാലും ശരിയല്ല. എടി, ഞാനൊരു കുടിയനല്ലേ, നീ എന്നെ കെട്ടി സുഖമായി ജീവിക്കുന്നതല്ലേ. വിക്രം റൗഡിയാണെങ്കിലും അവൻ നല്ലവനാടി, നമ്മളെ മോളെ പൊന്നു മോലെ നോക്കും. നീ അവളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തിട്ടില്ലെങ്കിലേ ഞാൻ അവളെ ഒരു രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി അവനെ അങ്ങ് ഏൽപ്പിക്കും. പിന്നെ നാട്ടുകാരറിഞ്ഞിട്ടായിരിക്കും അവൻ്റെ വിവാഹം കഴിഞ്ഞ വിവരം നീ അറിയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ രാധയുടെ അമ്മ എണീറ്റ് വരുന്നുണ്ട്. ശരി, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ വിവാഹത്തിന് സമ്മതിക്കാം. അപ്പം നിങ്ങൾക്ക് സന്തോഷമാവുമല്ലോ. ഇത് കേൾക്കുന്ന രാധയുടെ അച്ഛന് ഭയങ്കര സന്തോഷമാവുന്നുണ്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ശരിയാണോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ, നീ സമ്മതിച്ചോ? ശരിയാണ്, എനിക്ക് 2 കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാം. നിങ്ങൾ അവർക്ക് ഫോൺ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ശ്രീ ദർശനെ കാണാൻ വരുന്നുണ്ട്. ശ്രീ ദർശനോട് പറയുന്നുണ്ട്, ദർശൻ, വേദ ഒരുപാട് സങ്കടപ്പെട്ടാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവളുടെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവളുടെ സങ്കടങ്ങൾ അവൾക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല. നീ അവളുടെ ഒരു ഫ്രണ്ടല്ലേ, നല്ല ഫ്രണ്ട്. നീ അവളുടെ വിഷമങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്ക്. പിന്നെ നിൻ്റെ അവളുടെയും വിവാഹക്കാര്യം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നിനക്ക് സമ്മതമാണോ എന്നും കൂടി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ദർശൻ പറയുന്നുണ്ട്, എന്താ ചേട്ടനീ പറയുന്നത്, വേദയും ഞാനുമായുള്ള വിവാഹമോ, അതൊന്നും നടക്കത്തില്ല ഇനി എന്ന് പറയുന്നുണ്ട്. ഏയ് ദർശൻ, എല്ലാം ശരിയാവുമടാ. നീ ഇപ്പോൾ അവളുമായൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോയി നല്ലവണ്ണം സംസാരിച്ച് അവളോടൊപ്പം നീ പഴയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ അതെല്ലാം വീണ്ടെടുക്കാൻ നോക്ക്. പതിയെ എല്ലാം ശരിയാവുമടാ. അവളുടെ മനസ്സിലുള്ളതെല്ലാം നിന്നോട് ഇപ്പോൾ തുറന്നു പറയും അവൾ. എന്നിട്ട് നമുക്ക് വിവാഹകാര്യത്തെക്കുറിച്ച് അവളോട് സംസാരിക്കാം. അവളെ എനിക്ക് എൻ്റെ പഴയ വേദയായി ചുറുചുറുക്കയോടെ ഇവിടെയെല്ലാം ഓടി നടക്കുന്ന വേദയായി എനിക്ക് കാണണം. അങ്ങനെ ആക്കി മാറ്റണം നീ അവളെ. എന്താ പറ്റില്ലേ നിനക്കെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട്, ഞാൻ ശ്രമിക്കാം. അവളുടെ ഒരു നല്ല ഫ്രണ്ട് തന്നെയാണ് ഞാൻ. ആ നിലയ്ക്ക് നിന്നുകൊണ്ട് ഞാൻ എല്ലാം ശ്രമിക്കാം ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അതേടെ അച്ഛൻ മാഷിനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അത് ഇന്ന് രാവിലെ വിക്രമും കമലാമ്മയും കൂടി വീട്ടിൽ വന്നിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മോശമായി സംസാരിക്കേണ്ടി വന്നു. എന്തായാലും കമലാമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും കൂടി ആലോചിക്കാനുണ്ട്. എന്തായാലും നമുക്ക് നേരിട്ട് സംസാരിക്കാം. പുറത്തെവിടെ വെച്ചെങ്കിലും നമുക്ക് കാണാം. നിങ്ങൾ അങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ മാഷാണെങ്കിൽ ഈ വിവരങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, എന്ത്, കമലം വിക്രമിനെ കൂട്ടി നിങ്ങളുടെ വീട്ടിൽ വന്നോ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആ വന്നിരുന്നു. അതെയോ, മാഷിനോട് പറയാണ്ടാണോ വന്നിരുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഫാമിലി മൊത്തം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണല്ലോ. എന്തായാലും മാഷിൻ്റെ വീടിൻ്റെ പിറകിലുള്ള മുരുകൻ കോവിലുണ്ടല്ലോ, അങ്ങോട്ടേക്ക് വാ, ഞങ്ങൾ അവിടെ വരാം എന്ന് പറയുന്നു. അങ്ങനെ മാഷ് സമ്മതിക്കുന്നുണ്ട്. ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു. കോൾ കട്ടാക്കിയതിന് ശേഷം കമലമ്മ ചോദിക്കുന്നുണ്ട്, കമലം, രാധയുടെ അച്ഛനാണ് വിളിച്ചിരുന്നത്. നമ്മൾ രണ്ടുപേരെയും മുരുകൻ കോവിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ എന്താ കാര്യമെന്ന് മാഷ് ചോദിക്കുന്നുണ്ട്. എന്നാൽ കമലാമ്മ പറയുന്നുണ്ട്, അത് നല്ല കാര്യത്തിനായിരിക്കും അവർ വിളിക്കുന്നത്. നിങ്ങൾ ചെന്ന് വേഗം ഷർട്ട് ഇട്ടുകൊണ്ട് വാ, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കോവിലെത്തണം എന്ന് പറയുന്നുണ്ട് കമലാമ്മ.